ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ 2SS4 റാങ്ക്ഡ് മാച്ചാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ചെറിയൊരു തൊണ്ടയ്ക്കൊരു ഇതുണ്ട്, അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വേണം സൗണ്ടിന്. പിന്നെ ഗൈസ് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പ് ചെറുതായിട്ടൊന്ന് ഡിലീറ്റ് ആയി പോയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമുക്ക് ലൈക്കും സബും ചെയ്യണ്ടേ. അപ്പോൾ എല്ലാവരും ലൈക്കും സബും ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത് റിവർ സൈഡിലാണ്. അപ്പം നമ്മളാണെങ്കിൽ ആദ്യം മില്ലിൽ പോകാനാണ് തീരുമാനിച്ചത്. അപ്പം അവിടെയും എനിമി ഉള്ളതുകൊണ്ടാണ് നമ്മൾ റിവർ സൈഡിലോട്ട് വന്ന് ഇറങ്ങിയത്. അപ്പോൾ ആൽഫ ഗെയിമിങ്ങിൻ്റെ നെറ്റാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനവിടെ നെറ്റ് പോയ കൂട്ടി നിൽക്കുന്നത്. ഞങ്ങളിവിടുന്ന് ഞാനിവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ പിന്നെയും വോയിസ് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാണെങ്കിൽ ആ ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ റീപ്ലേ എടുത്തേ പറ്റത്തുള്ളൂ. ഇതൊരു അടിപൊളി മാച്ചാണ്. 2v4 റാങ്ക്ഡ് മാച്ചാണ്, ന്യൂ സീസൺ. അപ്പോൾ ഇതൊരു അടിപൊളി മാച്ചാണ്, നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ എനിക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാനൊന്നും കറക്റ്റ് അറിയത്തില്ല, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അവനെ നെറ്റ് വന്നിട്ടുണ്ട്. അവനാണെങ്കിൽ എന്തുവാ ലൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അവന് കണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് സപ്പോർട്ടിന് കൂടെ പോയതാണ്. എവിടുന്നേലും അടി കിട്ടിയ സപ്പോർട്ട് ഞാൻ കണ്ണ് കിട്ടിയോണ്ട് തന്നെ നമ്മൾ മാറി വേറെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും സബും ചെയ്യുക. 15 ലൈക്കാണ് കേട്ടോ നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. പ്ലീസ്, നമ്മൾ ചെറിയൊരു ലൈക്ക് ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. നമ്മുടെ സബിന് ഇതേ നടക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് പവറാക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ മാക്സിമം എൻ്റർടൈനിങ് അല്ല ഒരു ഇതായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവരാണെങ്കിൽ സബ് ചെയ്യുക. പക്ഷേ ഞങ്ങളിവിടെ ഇരുന്ന് ഇങ്ങനെ ലൂട്ട് എനിമീനെ ഒന്നും കാണാത്തതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് എന്താ എനിമീനെ വേണം ലൂട്ട് സെറ്റായപ്പോഴത്തേക്കും. പിന്നെ എൻ്റെ എക്സമൈറ്റ് മാഗുമാണ്. എൻ്റെ ഇതിൽ ഗണ്ണേതാന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഇങ്ങനെ പ്ലാന്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടിൽ കയറി പിന്നെ അവിടുന്ന് ലൂട്ട് അടിച്ച് മാഗ് മാറ്റി UMP ആക്കി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വെച്ചാണ് ഒരു എനിമീനെ സ്പോട്ട് ചെയ്യുന്നത്. നമുക്കൊരു അടി കിട്ടി. നമ്മളാണെങ്കിൽ ഗ്ലൂ ഇട്ട് മെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനും ആൽഫയും കൂടി എനിമിയുടെ അടുത്തോട്ട് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിമിയാണെങ്കിൽ അവിടുന്ന് മറ്റേ പുതിയ FG ആ ഗണ്ണ് വെച്ചാണെങ്കിൽ എറിഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഗ്ലൂ മെൽറ്ററൊക്കെ ഇട്ട് എറിഞ്ഞു നോക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ ഇങ്ങോട്ട് റഷ് ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ AWM ആണെന്ന് തോന്നുന്നു. AWM ആൽഫ കയറി ചെന്ന് അവനെ നോക്കാക്കി. അങ്ങനെ അവൻ അവിടെ ഫിനിഷായി. അപ്പോൾ ആൽഫയ്ക്കൊരു ഇല്ലായി. ഇനി ബാക്കി അടുത്ത എനിമീനെ സ്പോട്ട് ചെയ്യുമ്പോൾ കാണാം. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കാൻ നേരം ഒരു എനിമി ദൂരത്തുനിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു. അവന് MI2B വെച്ച് ഒരടി കൊടുത്ത് അവനവിടെ ഇപ്പോൾ ഗ്ലൂ ഇട്ട്. ഞാനാണെങ്കിൽ അവന് MI2B ഇടാം ഗ്ലൂ ആണ്ടത്തോടുള്ള അടിക്കാൻ നോക്കി. പിന്നെ ഒരു അടി കൊടുത്ത് അവനവിടെ നോക്കായി. അവൻ വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ നോക്കാൻ നേരം മറ്റേ വീണ്ടും അവിടെ നിന്നൊരു എനിമി അടിക്കുന്നുണ്ടായിരുന്നു. അവനൊരു 135 കൊടുത്ത്. പക്ഷെ ഞാൻ ചത്തില്ല. ആൽഫ ആണെങ്കിൽ അടിച്ചതും ഇല്ല അവന്, അതുകൊണ്ടാണ് ചത്തില്ല. ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് വേറെ എനിമീസിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ നിന്ന് ഒരു അടി കിട്ടി. അപ്പോൾ ഇതൊരു സ്ക്വാഡാണെന്ന് മനസ്സിലായി. ഞങ്ങളാണെങ്കിൽ ഫുൾ അലേർട്ടായിരുന്നു. ആ ബൂട്ടൊക്കെ പറഞ്ഞ് അടിക്കുമ്പോൾ ബാക്കിന് സപ്പോർട്ട് തരണമെന്ന്. അങ്ങനെ നമ്മൾ അടുത്ത നോക്കാക്കി. ആ ബൂട്ട് ആൽഫയുടെ ചെറിയൊരു കുമ്മനായിരുന്നു അത്. അവിടെ ഒരുത്തം പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കവനെ അടിക്കായിരുന്നു. പക്ഷെ ഞാൻ തലയ്ക്ക് വെച്ച് അടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. അങ്ങനെ നമ്മളാണെങ്കിൽ അവിടെ കൊന്നതിൻ്റെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആ വീട്ടിലോട്ട് റഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ എനിമി എവിടെയാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ മണ്ടയ്ക്കായിരിക്കാം, ചിലപ്പോൾ താഴെ ആയിരിക്കാം. അങ്ങനെയാണ് എനിക്ക് അവനിങ്ങനെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടത്. അവനെൻ്റെ അടുത്തൊരു കയറിയപ്പോൾ ഞാൻ അവനെ അടിച്ച് കൊന്നു. അപ്പോൾ എനിക്ക് മണ്ടയ്ക്കൊരു കൂട്ട് തോന്നി, എന്തോ ഒരു ശബ്ദം. ഞാനാണെങ്കിൽ മണ്ടയ്ക്കോട്ട് കയറി ചെന്നപ്പോൾ
ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആൽഫയൊക്കെ പറഞ്ഞ് താഴോട്ട് വീഴുമ്പോൾ അടിച്ചോളാൻ പറഞ്ഞു. അവൻ ആൽഫ താഴോട്ട് വീണപ്പോൾ അവനെ അടിച്ച് കൊന്ന്. അങ്ങനെ ഗായ്സ് നമ്മളൊരു സ്ക്വാഡിനെ അങ്ങ് വൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേറെ സ്ക്വാഡ് എല്ലാം കാണുവാണെങ്കിൽ അല്ലെ വേറെ എനിമീനെ കാണുവാണെങ്കിൽ നമുക്ക് കാണാം. ഗായ്സ് എല്ലാവരും ലൈക്കും സബും ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ടൊക്കെ കൂടാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ഭീമാശക്തി സ്ട്രിപ്പിൽ എത്തി. LCP കയറിയപ്പോഴത്തേക്കും ആൽഫ പറഞ്ഞ അവൻ എനിമീനെ കൊടി തന്നു. അവനെ അടിച്ചങ്ങ് നോക്കാക്കി. അവനവിടെ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ആൽഫ ആണെങ്കിൽ M60 ഇൻഫിനിറ്റ് M63 ഇൻഫിനിറ്റി വെച്ച് അടിച്ചങ്ങ് അവനെ നോക്കാക്കി. അപ്പോൾ ഞങ്ങൾ അവൻ്റെ ലൂട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് ബാക്കിൽ നിന്ന് ഒരു അടി വന്നത്. ഞാൻ ഗ്ലൂ ഇട്ടാൽ നോക്കാൻ നേരം മണ്ടയ്ക്ക് വന്നായിരുന്നു. ഞാൻ അവനെ ഒരടിക്ക് നോക്കാക്കി. പിന്നെ എന്തുവാ ആൾക്കാണെങ്കിൽ ഗ്ലൂ പൊട്ടിച്ചു തന്നു. അപ്പോഴത്തേക്കും ഞാൻ അവനെ അങ്ങ് ഫിനിഷ് ചെയ്ത് നമ്മൾ 3 കില്ല് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഭീമാശക്തിയിൽ പോവാണ് സോൺ വന്നതിന് കാരണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സോണിലോട്ട് കടന്നുകൊണ്ടിരിക്കുക. 15 അലയും കൂടിയും നമുക്ക് നേരം പിന്നെ ഒരു എനിമി വന്നു. ഞാനാണെങ്കിൽ അങ്ങോട്ട് കയറി ചെന്നു അവനെ ഗ്ലൂ ഇട്ടു. അപ്പോഴത്തേക്കും ആൾക്കാണെങ്കിൽ അവനെ അങ്ങ് എടുത്തു. നോക്കാൻ നേരം സൈഡിൽ നിന്ന് പിന്നെ ബാക്കിൽ നിന്ന് അടി, ഫ്രണ്ടിൽ നിന്ന് എനിമി, അങ്ങനെ എല്ലാം ഞാൻ വിചാരിച്ചു അവൾ തീർന്ന് പെട്ട് പോയി. എന്തായാലും ബൂയൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ച്. ബൂയ അടിക്കാനൊന്നും പറ്റത്തില്ല, എന്തായാലും ഇവിടെ വെച്ച് തീരും എന്താ എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ ഞാനാണെങ്കിൽ നോക്കാൻ നേരം ഒരുത്തൻ താഴോട്ട് ഓടിപ്പോന്നു. അവനാണെങ്കിൽ ഗ്ലൂ ഇട്ടു. അപ്പോഴത്തേക്കും ഞാൻ ഗ്ലൂ ആണല്ലോ അകത്തൂടെ അവനെ അങ്ങ് അടിച്ചു വന്നു. അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ലാസ്റ്റ് സോൺ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച് ബാക്കിൽ നിന്ന് എനിമി ഒന്നും കാണത്തില്ല, ഫ്രണ്ടിൽ ഇനിയിപ്പോൾ ആൾക്കാർ കാണത്തുള്ളൂ. എല്ലാം റഷ് ചെയ്താണ് സോൺ വരുന്നുണ്ട്. അപ്പോൾ ആൽഫയ്ക്ക് അടി കിട്ടി ഫ്രണ്ടിൽ നിന്ന്. ഞാൻ അവനെ കാണുകയും ചെയ്തു. പക്ഷെ എനിക്ക് അവൻ്റെ തലക്കടിക്കാൻ പറ്റിയില്ല. 95 കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ഒരു 97 ഗ്ലൂ ആണല്ലോ അകത്തൂടെ കൊടുത്ത്. അപ്പോൾ അവനാണെങ്കിൽ ഓടിപ്പോയി. എനിക്ക് പിന്നെ അവനെ കിട്ടിയില്ല. അപ്പോഴത്തേക്കുമാണ് ആൽഫയ്ക്ക് അടി കിട്ടുന്നത്. ആൽഫേനെ സൈഡിൽ നിന്ന് അടിക്കുന്നു, എന്നെ സൈഡിൽ നിന്ന് അടിക്കുന്നു. ആൽഫ നോക്കായപ്പോൾ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ പിന്നെയും ബാക്കിൽ നിന്ന് അടിക്കുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്നൊരു വണ്ടി വന്ന് തന്നെ അടിച്ചു. ഞാനാണെങ്കിൽ M2 ഉപയോഗിച്ച് വണ്ടി അടിച്ചു കൊടുത്തു. അപ്പോൾ അവൻ താഴെ ഇറങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ അവനെ അടിച്ചപ്പോഴത്തേക്കും അവനാണെങ്കിൽ ഫുൾ കവർ ചെയ്യും. ഞാൻ ഈ അവസരം മുതലെടുത്ത് അവനെ അടിക്കാൻ നിൽക്കാതെ നേരെ ആൽഫേനെ പൊക്കാൻ പോയിട്ട് ആൽഫേനെ പൊക്കി. അപ്പോഴത്തേക്കും പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞ് പുറത്തിറങ്ങണ്ട, മെഡ് അടിച്ചിട്ട് ഇറങ്ങിയാൽ മതി, ഒരുമിച്ച് ഇറങ്ങാമെന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൽഫ ആണെങ്കിൽ എനിമി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ അവിടെ ഒരു ഗ്ലൂ മെൽറ്റ് ഇട്ട് കൊടുത്ത് ഒരു 135 അടിച്ച് പിന്നെ ഒരു 135 അടിച്ച്. അങ്ങനെ അവൻ നോക്കാം. അപ്പോൾ ആൽഫ ആണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ അവിടെ ബാക്കിൽ എനിമി അവനെ ആൽഫ അങ്ങ് അടിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ കയറുക. അപ്പം ഞാൻ പറഞ്ഞു ബാക്കിൽ ഇനി എനിമിയാണ്, സൂക്ഷിച്ച് കളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആൽഫയ്ക്ക് 5 കിലോ എനിക്ക് 6 കിലോ ആയി. അപ്പോൾ ലാസ്റ്റ് സോണാണ്. നല്ലൊരു മാച്ചായിട്ട് പോയി. ഇനി ഞങ്ങൾക്ക് ചത്താലും കുഴപ്പമില്ലെന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ ബാക്കിൽ നിന്ന് എനിമി വരുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നോക്കാൻ നേരം മണ്ടയ്ക്കോട്ട് എനിമി കയറിപ്പോന്നു. അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ സ്ക്വാഡ് ക്ലോക്ക് ടവറിലായിരിക്കുമെന്ന്. 6 പേരുണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ നോക്കാൻ നേരം ഒരുത്തവിടെ സ്റ്റെപ്പിനാണ് അയക്കുന്നത്. അവനെ അങ്ങ് അടിച്ചു കൊന്ന്. നോക്കാൻ നേരം അവിടെ ഗ്ലൂകളൊക്കെ കിടക്കുന്നു. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ സ്കോപ്പ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ പിന്നെ അവനെ പിന്നെ എനിക്ക് അടിക്കാൻ പറ്റിയില്ല. നോക്കാൻ നേരം പറന്നിറങ്ങുന്നു, അവനെയും അടിക്കാൻ പറ്റിയില്ല. അവനെ നോക്കാൻ നേരം 7 പേടി. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം തീരും പൈസ. അത്ര പാടാണ്. 2v4 ആണ്. പിന്നെ ന്യൂ സീസൺ ആയതുകൊണ്ട് കുറേ ഹീറോയിക് പ്ലെയേഴ്സും ഒക്കെ കാണും. അപ്പം ഭയങ്കര പാടായിരിക്കും. ഡയമണ്ട് ലോബി ആയിരിക്കും. ഡയമണ്ട് ലോബി എന്ന് പറയുമ്പോൾ മാസ്റ്ററും പ്രോ പ്ലെയേഴ്സാണ് വരുന്നത്. അപ്പം മാസ്റ്ററായിട്ടുള്ള പ്രോ പ്ലെയേഴ്സാണ് ഇപ്രാവശ്യം ഡയമണ്ട് വരുന്നത്. അപ്പം ഞാൻ നോക്കുന്നത് മണ്ടയ്ക്കൊരുത്തൻ. അവന്മാരെല്ലാവരും പൊട്ടന്മാരാണെന്ന് തോന്നുന്നു. മണ്ടയ്ക്കൊരുത്തനെ കണ്ടപ്പോൾ അവനെ അടിച്ചിട്ട് ആൾക്കാരുടെ സൈഡിൽ കൂടെ വേർത്തും വന്ന് അടിച്ചിട്ട്. അപ്പോൾ ഈ എലിമിനേഷൻ്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അവൻ ചത്തുന്നു. പക്ഷെ അവൻ ചത്തില്ലായിരുന്നു, അവൻ വേറൊരുത്തനായിരുന്നു. ഞാനാണെങ്കിൽ പേടിച്ചു പോയി. ഞാനാണെങ്കിൽ എന്നിട്ട് ആൽഫേനെ പൊക്കി. മറ്റേവനാണെങ്കിൽ എങ്ങോട്ടോ പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല.
അവൻ നോക്കായി അവൻ ചത്ത് ഗൈസ് ഇതായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേരാണെങ്കിൽ അവിടുത്തെ ഒരു പെട്ടിയുടെ കൂടെ വന്ന് ഇരിപ്പാണ്. പെട്ടിയല്ല, ഒരു അലമാര കൂട്ടത്തെ എന്തോ ഒരു സംഭവം. ഞങ്ങളാണെങ്കിൽ അപ്പം പതുക്കെ അടുത്തോട്ട് റഷ് ചെയ്ത്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഗൈസ് ലാസ്റ്റ് സോൺ 2 പേര് ഞങ്ങൾക്ക് സുഖമായിട്ട് പോയി അടിക്കാം. അങ്ങനെ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഗ്ലൂ മെൽറ്റർ എറിഞ്ഞ് നോക്കാം അവന്മാർ അവിടെ തന്നെ ഉണ്ടോ, ബാക്കിലോട്ട് അതോ അവന്മാർ വലിയാണ് പറഞ്ഞ് ഗ്ലൂ മെൽറ്ററി ഡാമേജ് കയറിയിട്ടുണ്ട്, അപ്പം കയറി അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ബാക്കിൽ നിന്ന് സപ്പോർട്ട് ആയിരുന്നു. നോക്കാൻ നേരം ബാക്കിൽ നിന്ന് അവനെ അടിച്ചു കയറിയിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പം ഒറ്റയ്ക്ക് മറ്റേവനെ അടിച്ചാൽ കൊന്ന് ഞങ്ങൾ ബൂയെ എടുത്ത് ഗൈസ്. എല്ലാവരും ലൈക്കും സബും ചെയ്യാം. അപ്പം ബൈ.